ഒരുപാട് ഫുഡിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ കുറുമ. ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പൊറാട്ടയുടെ കൂടെയോ അത് അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പോകുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് ചിക്കൻ കുറുമ. അപ്പോൾ ഒരു സിമ്പിൾ ആൻഡ് വെറൈറ്റി റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷണങ്ങളാക്കി നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതേപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത് 2ാം പാലിലാണ്, വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങ ചിരവിയതിലേക്ക് 1/2 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചതാണ്. അതേപോലെ 2ാം പാലിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ 2ാം പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നന്നായി ഇളക്കി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ളത് കാഷ്യൂനട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു 10-15 കാഷ്യൂനട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 1/2 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ്. തിളച്ച വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ഇത് കുതിർന്ന് കിട്ടും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട ശേഷം 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളം കൂടിപ്പോയാൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അവിടെ മാറ്റി വെക്കാം. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഒരു 10-15 മിനിറ്റ് കൂടെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഈ വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ടാവും. 2ാം പാൽ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അഥവാ നിങ്ങളുടെ ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ അല്പം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് വേറെ പാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതേപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം.
ഏകദേശം ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 പാൽ തന്നെ നല്ല തിക്കായിട്ട് കുറച്ചധികം എടുത്താൽ മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ചു വെച്ച കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ്. 1/4 പാൽ ചേർത്ത ശേഷം കറി ഒരിക്കലും തിളച്ച് പൊന്തരുത്. ചെറുതായിട്ടൊന്ന് അവിടെ തിള വരാൻ മാത്രമേ പാടുള്ളൂ. ഒരു 3 മിനിറ്റോളം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ചെറുതായി ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് അല്പം കൂടി മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ അടിപൊളി കുറുമ തയ്യാറായിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.